ഹലോ, ഞങ്ങൾക്ക് ഇന്നൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വെറും ഗസ്റ്റ് അല്ല, ഒരു സ്പെഷ്യൽ ഗസ്റ്റ്. ഞങ്ങളിപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് ഒരു 2.5 വർഷമായിട്ടോ. ഈ 2.5 വർഷത്തിനിടയ്ക്ക് ഒരാൾ ഞങ്ങളെ നിരന്തരമായിട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്, മക്കളെ ഒന്ന് കാണാൻ വരട്ടെ, പാറുവിനും മക്കുവിനും അവരുടെ വിശേഷം എന്താണ്, അവരൊന്ന് കാണാൻ വരട്ടെ എന്ന് ഇങ്ങനെ റിപ്പീറ്റായിട്ട് ചോദിക്കാറുണ്ട്. കൃത്യമായിട്ട് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഏപ്രിൽ മുതലാണ് ഇങ്ങനൊരു കമൻറ്റ് വരാൻ തുടങ്ങിയത് കേട്ടോ. ആദ്യം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളെ കളിപ്പിക്കാൻ, ഞങ്ങളൊന്ന് ഫൂളാക്കാൻ വേണ്ടി ആരോ ചെയ്യുന്നതായിരിക്കും എന്ന് വെച്ചാൽ ഞങ്ങളതിനെ ലാഘവത്തോടെ കണ്ടിട്ട് അങ്ങനെ സീരിയസ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മെസ്സേജിന് പുറമെ അവർ ഫോൺ വിളിച്ചും കൂടി ചോദിക്കാൻ തുടങ്ങിയിട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ കാണാൻ വരട്ടെ, നമുക്കൊന്ന് കണ്ടിരിക്കാമല്ലോ ആളെയെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ അവർ കാണാൻ വരട്ടെ എന്ന് വിളിക്കുന്ന ദിവസങ്ങളിലൊക്കെ ഒന്നുകിൽ അക്കുന് പനിയായിരിക്കും, അല്ലെങ്കിൽ പാറുവിന് പനിയായിരിക്കും. അപ്പോൾ രണ്ടുപേരും കൂടി കാണാൻ പറ്റില്ലല്ലോ. അങ്ങനെ നമ്മളിങ്ങനെ തള്ളി നീക്കി പോവായിരുന്നു. അപ്പോൾ ആൾ ഇന്ന് വിളിച്ച് ചോദിച്ചു വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ അക്കുന് പനി തന്നെയാണ്, അപ്പോൾ പാറുവിനെങ്കിലും വന്ന് കാണട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ അതെങ്കിൽ അത് നടക്കട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ വന്നോളാൻ പറഞ്ഞു കേട്ടോ. ശരിക്കും ഞാൻ വിചാരിച്ചു കുറച്ച് പ്രായമായിട്ടുള്ള ആളായിരിക്കുന്നു, പക്ഷേ അങ്ങനെയല്ല കേട്ടോ. ആളൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ആളെ വീഡിയോ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ആൾക്കൊരു മടി, വീഡിയോ ഒന്നും എടുക്കാൻ സമ്മതിച്ചില്ല. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാത്തത് കേട്ടോ. ആൾ കൊണ്ടുവന്ന ഫ്രൂട്ട്സൊക്കെയാണ് കേട്ടോ ഞാൻ ചെത്തി ജ്യൂസ് അടിച്ച് പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ എനിവേ എന്തായാലും മനസ്സിന് ഭയങ്കര സന്തോഷം. ഞങ്ങളെ വീഡിയോ കണ്ടിട്ട് നേരിട്ട് അറിയുകയും ഒരു പരിചയമില്ലാത്ത ഒരാൾ നമ്മളോട് ഇങ്ങനെ റെസ്പോണ്ട് ചെയ്തല്ലോ. അപ്പോൾ അവരുടെയൊക്കെ മനസ്സിൽ നമുക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രാർത്ഥന ഉണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ എന്തായാലും അവർ വന്നു, പാറുവിനെയൊക്കെ കണ്ടു, ഹാപ്പി ആയിട്ടാണ് പോയത്. കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തുള്ളൂ, ആൾക്ക് സമയം ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മളെ മാത്രം കാണാൻ വേണ്ടി അവർ അത്രയും ദൂരത്തുനിന്ന് ഇവിടെ വരെ വന്നില്ലേ, അത് നമ്മൾ ദൈവത്തിനോട് നന്ദി പറയുന്നു കേട്ടോ. നമ്മളറിയാത്ത ഒരാളുടെ മനസ്സിൽ നമുക്കൊരു സ്ഥാനം ഉണ്ടല്ലോ, നമ്മളെ മക്കൾക്കൊരു വേണ്ടി ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ.